ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് 3 കേക്ക് ഉണ്ടാക്കിയൊരു വീഡിയോ കൂടെയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണുക. ഞാനിങ്ങനെ സ്പീഡിനാണ് വീഡിയോസ് ചെയ്തു പോകുന്നത് എങ്കിലും ഞാൻ ഒരുപാട് ടൈം എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. 2 കേക്കാണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 കേക്ക് ഞാൻ ചെയ്തെടുക്കാൻ പെട്ട പാട് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടി ചെയ്തതായിരുന്നു. കാരണം കാലുവേദനയും നടുവേദനയും കഴുത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ലതുപോലെ വേദന എടുത്തൊരു ദിവസവും കൂടെ ആയിരുന്നു. ഞാൻ ബിസി ഡേ എന്ന് തന്നെ പറയാം കേട്ടോ. അത്രത്തോളം ബിസി ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ. എബി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, ചേട്ടനും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഇന്ന് വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ജോലിയെല്ലാം ചെയ്ത് തീർത്തു. എനിക്ക് വേറെ ഒരു പണിയും ഇന്നില്ല എന്ന് വേണം പറയാൻ. പാത്രം കഴുകി വെക്കാനുണ്ടായിരുന്നു. അതായത് ഈ കേക്ക് മേക്കിങ്ങിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും കഴുകി വെക്കണം എന്നല്ലാതെ വേറൊരു ജോലി ഇന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചോക്ലേറ്റ് ട്രഫിളിങ് കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ നമുക്കൊരു നോർമൽ ടേസ്റ്റ് അല്ലേ, പക്ഷേ ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. കാരണം ഫുൾ ചോക്ലേറ്റിൽ പൊതിഞ്ഞൊരു കേക്കാണ്. നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ട്രഫിളിങ് കേക്ക്. നല്ല പാടുമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാരണം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കും പോലെയല്ല ഈ ഒരു കേക്കും വാഞ്ചോ കേക്കും ചെയ്യുന്നത്. കാരണം ഒരുപാട് സ്റ്റെപ്പിംഗ് ഉണ്ട്. ഞാൻ ഇത്രയും ദിവസം പഠിച്ചതെന്നൊന്നും ഞാൻ പറഞ്ഞാണ് കേട്ടോ. ഇനി ഒരുപാട് കേക്ക് വരുന്നുണ്ട്. അതും ഇതുപോലെ പാടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ഞാനിപ്പോൾ 2 കേക്കാണ് നിലവിലുണ്ടാക്കിയത്, വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റേത് കാര്യങ്ങളൊക്കെ ക്രം കോട്ടിങ് എല്ലാം കഴിഞ്ഞ് വെച്ചതിന് ശേഷം അടുത്ത വാഞ്ചോ കേക്ക് ഉണ്ടാക്കാൻ പോവുകയുണ്ട്. അപ്പോൾ വാഞ്ചോ കേക്കിന് നമ്മുടെ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും ആവശ്യമാണ്. അപ്പോൾ 6 ലെയറാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 6 ലെയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ ഐസിങ് ചെയ്യാനുള്ള ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ക്രീം ബീറ്റ് ചെയ്ത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 4 ലെയറിലാണ് കേട്ടോ അത് ചെയ്തത്. ബാക്കി ലെയർ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കേക്ക് ഉണ്ടാക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം തയ്യാറാക്കാനായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഐസിങ് ചെയ്യുകയാണ് കേട്ടോ. ഇതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള സംഭവമായിരുന്നു. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ ചേർന്നൊരു നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു കേട്ടോ വാഞ്ചോ കേക്ക്. ഉണ്ടാക്കുന്ന കേക്കൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും വരുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നും ചെയ്തെടുക്കുമെന്നും ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. പക്ഷേ എന്തായാലും നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനൊരാഗ്രഹം, ചേട്ടൻ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണമെന്ന്. അതായത് കേക്കിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ലെയറിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണത് ചേട്ടന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും അത് ചേട്ടൻ ഞാനും പിന്നെ അങ്ങ് വിചാരിച്ചു കേട്ടോ. നല്ല ഞാൻ ഈ ഒഴിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ, കേക്കിൻ്റെ കൂടെ അത് ഒഴിക്കുമ്പോൾ എന്തുമാത്രം ടേസ്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ ചേട്ടൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റിയുള്ള നമ്മുടെ തേൻ മുട്ടായി ഉണ്ടല്ലോ, അതുമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചായയെല്ലാം കുടിച്ചു. പിന്നെ വീട്ടിലോട്ട് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറായി നിന്ന് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാനും ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൊടുത്തവരും അതേ അഭിപ്രായം തന്നെയാണ് കേട്ടോ പറഞ്ഞത്. നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ട സമയത്ത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ലേറ്റായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തൊട്ടേ കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു യാത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ കുറേ ജോലി ഉണ്ടായിരുന്നു. നല്ല ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ബാലരാമപുരം എത്തിയ സമയത്തേക്കും റെയിൽവേ ക്രോസിൻ്റെ അടുത്ത് ട്രെയിൻ പോകുന്നതുകൊണ്ട് കുറച്ച് നേരം അവിടെയും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നേരെ പൂവച്ചിലോട്ട് വന്നു. അവിടെ നമുക്ക് ഹാൻഡ് ഷവർ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതും വാങ്ങിച്ചിട്ട് നേരെ പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. വെള്ളനാട് എത്തിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെള്ളനാട് SBI ബാങ്കിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് അവിടെ ഞങ്ങൾ
വീട്ടിലോട്ട് പോയത്. അപ്പോൾ വീട്ടിൽ ചെന്നോടം തന്നെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരെ 3 പേരെയും കണ്ട സന്തോഷത്തിൽ ആരെ എടുക്കണം എന്നൊക്കെയുള്ള ധൃതിയിൽ ഓരോരുത്തരായിട്ട് അങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും തന്നെ മിക്കും മിലും ഒക്കെ അപ്പുറത്ത് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എലിസുബെണ്ണിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് പോയത്. ആ സമയത്ത് മിക്കു എബിയും കൂടെ ഇവിടെ നിന്ന് ഭയങ്കര കളിയും ബഹളവും അവരുടേതായിട്ടുള്ള ഒരു കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ബോൾ കളിയായിരുന്നു. മിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എബിയെ. മിക്കുവിനെ കണ്ടതും പിന്നെ എബിയെ കണ്ടതും പിന്നെ എബിയുടെ അടുത്തുനിന്ന് മാറുന്നില്ല അവൻ, അങ്ങനെയായിരുന്നു. അപ്പോഴേക്കും മിലുപ്പെണ്ണും ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെയൊക്കെ എടുത്തു. പിന്നെ ഞാനും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചു. മിക്കുവിനെ എടുത്ത് വെച്ച് കുറേ നേരം വരെ ഇരുന്നു കേട്ടോ. അവൻ അങ്ങനെ വന്നിരിക്കുന്നതല്ല, എന്തോ കുറേ നേരം വരെ അങ്ങനെ എൻ്റെ കൂടെ കുറച്ചധികം നേരം തന്നെ എൻ്റെ കൂടെ വന്നിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് അവൻ്റെ ബോളും കൊണ്ട് വന്ന് എബിയുടെ കൂടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വീട്ടിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും മിലുവിനെയും കൊണ്ട് ടോമിയും വന്നിട്ടുണ്ടായിരുന്നു. മിലുവിനെ കൊണ്ട് കിടത്തിയത് അവൾ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെപ്പോഴും നല്ല ചിരിയും ഒക്കെയാണ് കേട്ടോ. മിക്കു അങ്ങനെ അധികം പെട്ടെന്ന് അങ്ങനെ ചിരിക്കാറില്ല. പക്ഷേ മിലു അങ്ങനെയല്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് ചിരിക്കാറുണ്ട്. നമ്മൾ കൊഞ്ചി വിളിച്ചാൽ മതി, പെട്ടെന്ന് അങ്ങ് ചിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നം അങ്ങനെ അടുത്ത ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സംരംഭം നല്ല രീതിയിലായി എന്ന് വേണം പറയാൻ. ആ ഒരു രീതിയാണ് കേട്ടോ. കാരണം ഇന്നാണ് വലിയ വാർപ്പ് നടക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായൊരു ദിവസമാണ് ഇന്ന്. വാർപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ഞങ്ങളിവിടെ വല്യച്ഛൻ്റെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ. ജോലിക്ക് വന്ന് നിൽക്കുന്നവർക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം ഞങ്ങളും ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എബിയും വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എബിയും ചേട്ടനോട് ചായ കൊണ്ടുവന്ന് ഞങ്ങൾ കുറേ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. പകുതി വെച്ചിട്ട് അവർ മെഷീനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയ സമയത്ത് ചേട്ടനും എബിയും വീട്ടിൽ പോയി ചായയൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ പണിയിലൊക്കെ നല്ല സ്പീഡിന് ജോലിയൊക്കെ ആയിരുന്നു. 9 മണിയായിട്ടോ തുടങ്ങിയപ്പോൾ. കാരണം മെഷീനും കാര്യങ്ങളൊക്കെ കിട്ടാൻ താമസിച്ചതുകൊണ്ട് 9 മണിയായി. തീർന്ന സമയത്ത് 11:30-12 മണിയൊക്കെ അടുപ്പിച്ചായി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ടാർപോളിനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ പുറത്തിട്ടിട്ട് ഇന്നൊരു ദിവസത്തേക്ക് ഇതിട്ടാൽ കുഴപ്പമില്ല. കാരണം ഇന്നൊരു ദിവസം ഇതിട്ടതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം അധികം വീഴാൻ പാടില്ല. പക്ഷെ നാളെ തൊട്ട് എത്ര മഴ പെയ്താലും കുഴപ്പമില്ല, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ അമ്മയും കുഞ്ഞമ്മയും അഞ്ചുവും പിള്ളേരും ഒക്കെ ആയിട്ട് ആ ഒരു ടൈം എത്തിയപ്പോഴത്തേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി വേണം ഫുഡൊക്കെ വിളമ്പി എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വല്യച്ഛൻ്റെ വീട്ടിൽ വല്യച്ഛനും മകളും അവരുടെ മകനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ ജോലിക്ക് പോയിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ആയ സമയത്ത് വല്യമ്മ എത്തിയ ജോലിക്കൊക്കെ പോയിട്ട്. പിന്നെ ഞങ്ങൾ അക്കരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷം പെട്ടെന്ന് പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ മിക്കു എബിയുടെ അടുത്തുനിന്ന് മാറുന്നതേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവനിങ്ങനെയാണ്. എബിയുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് അവന്. അങ്ങനെ കുറേ നേരം വരെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ചും എബിയും നിന്ന സമയത്ത് ആരടുത്ത് പോകണം എന്നൊരു നമ്മൾ കളി വെക്കുമല്ലോ. ആ ഒരു സംഭവിച്ച സമയത്ത് 2-3 വട്ടമായ സമയത്ത് എബിയുടെ അടുത്താണ് അവൻ ഓടിപ്പോയത്. അവന് ഭയങ്കര ഇഷ്ടമാണ് എബിയെ. ഈ ഒരു സമയത്ത് പോയത് എന്തെന്ന് വെച്ചാൽ എബി പോയി എൻ്റെ അമ്മയാണ് അഞ്ചു എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും മിക്കു പിന്നെ എബിയുടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് മിക്കുവിനൊരു സങ്കടം തോന്നി. അയ്യോ എൻ്റെ അമ്മയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഓടി അവളുടെ അടുത്ത് പോയി കേട്ടോ. ഇനി എൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ പപ്പടം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരും കേട്ടോ. എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര കളിയാണ്. ഞാൻ പപ്പടം എടുത്ത് കൊടുക്കുമെന്നൊരു രീതിയിലാണ്. ഇത് എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടുള്ള കളിയും ചാട്ടവുമാണ് പപ്പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 1-2 തവണ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ എബിയെ കടിക്കാൻ നോക്കുന്നുണ്ടോ? അഞ്ചുവിൻ്റെ അടുത്ത് പോയത് കൊണ്ടാണ്. അവന് ഇഷ്ടമല്ലെങ്കിൽ ഉടൻ കടിക്കും കേട്ടോ. അങ്ങനെയാണ് അവന്. അപ്പോൾ ഞാൻ പപ്പടമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവൻ പപ്പടം എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര രസമാണ്. പിള്ളേരല്ലേ, നമുക്ക് ഈ ഒരു ടൈമിൽ പിള്ളേർ കാണിക്കുന്ന എന്തും ഭയങ്കര ഇഷ്ടമാണ്. അവരങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാനും നമുക്കത് ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്.
ഞാൻ ഒരിക്കൽ എടുത്ത് കൊടുത്തത് കൊണ്ടാണ് പിന്നെയും എന്നെ തന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പപ്പടം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം അമ്മയോ അഞ്ചും ആണ് ഇങ്ങനെ എടുത്ത് കൊടുത്തതെങ്കിൽ അവരെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പം ഞാൻ എടുത്ത് കൊടുത്തത് കൊണ്ടാണ് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുത്തതെല്ലാം കഴിഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് പോയി അവർ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോഴത്തേക്കും ഞാനും ചേട്ടനും അച്ഛനും ഒക്കെ അവിടെ എല്ലാം ഒതുക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്ക് പിള്ളേരെല്ലാവരും അവർക്ക് കൊടുത്ത പ്ലേറ്റിലെ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞും കഴിച്ചും ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് എൽസുവിനെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു, ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.